ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, ആക്സനസ് ലേണിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈസി ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടോ? 1 മുതൽ 5 വരെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അടുത്ത 6 മുതലുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ? ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും. ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും. ആരാണ് ഇവിടെ ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും എന്ന് പറയുന്നത്? അല്ലേ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലായി. അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയിലൂടെ ആര് പറയുന്നതാണിത്? നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്ന ഭാഗമാണിത്. ശ്രീകൃഷ്ണൻ അല്ലേ, ശ്രീകൃഷ്ണനാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് ഇത്രയും ക്വസ്റ്റ്യൻ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോൾ നിങ്ങളടുത്ത് ചോദിച്ചു അല്ലേ. ഇവിടെ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല അല്ലേ, കാരണം അന്നത്തെ പുണ്യം എന്ന് പറയുന്ന ആ ഒരു കവിതയിലൂടെ നമുക്ക് പ്രത്യേകിച്ചും കൃഷ്ണൻ അല്ലേ, കൃഷ്ണൻ്റെ ആ ഒരു ജീവിതം, വൃന്ദാവനത്തിലെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മേനിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും ആരെക്കുറിച്ചായിരിക്കും? നമുക്കറിയാം, ദ്രോണരല്ല അല്ലേ. ഇവിടെ നിങ്ങൾക്ക് വരാനുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഗാന്ധാരി വിലാപത്തിൽ നിന്നാണോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നൊരു സംശയം ഉണ്ടായിരിക്കാം അല്ലേ. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഗാന്ധാരി വിലാപത്തിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും എന്നും ആ ഒരു വരി വളരെ കൃത്യമായിട്ട് ആ ഒരു വരി നമുക്ക് അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഭീമനും അല്ല എന്ന് നമുക്ക് ഓർക്കാം, അർജുനനും അല്ല എന്ന് ഓർക്കാം അല്ലേ. ഇവിടെ നമുക്ക് ആ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയിലും ഒരു ഭാഗം, ആ ഒരു ലാസ്റ്റ് പോർഷൻ അതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർ ആവും. ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും ചമ്മട്ടി പൂണ്ട് തങ്കത്തെ ചെങ്ങാതിക്ക് തെളിച്ചതും അല്ലേ. ഇവിടെ കൃഷ്ണനാണ് നമ്മുടെ 2 ഭാഗത്തും അല്ലേ, 2 ഭാഗങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. പക്ഷേ കൃഷ്ണന് കുറച്ച് കൂറ് നമ്മുടെ പാണ്ഡവ പക്ഷത്തോടുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ. അതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ കൗരവ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം അല്ലേ, പാണ്ഡവ കൗരവ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം പ്രഖ്യാപിച്ച ശേഷം പാണ്ഡവ പക്ഷത്തു നിന്നും നമ്മുടെ കുരുക്ഷേത്ര പക്ഷത്തു നിന്നും ഓരോരുത്തരായിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് സഹായം അഭ്യർത്ഥിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു അല്ലേ? കൃഷ്ണൻ കുറച്ച് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ കിട്ടും. അപ്പോൾ കൃഷ്ണൻ ആരുടെ പക്ഷത്താണെന്നത് അല്ലെ? കൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചു. 2 പക്ഷക്കാർക്കാണല്ലോ, ഒരു പക്ഷത്ത് ഞാനും ഒരു പക്ഷത്ത് കൃഷ്ണൻ്റെ സൈനികരും. അപ്പം നമ്മുടെ പാണ്ഡവ പക്ഷവും കൗരവ പക്ഷവും കൃഷ്ണനോട് സഹായം അഭ്യർത്ഥിച്ച് തങ്ങളുടെ സൈഡിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നു. പക്ഷേ 2 പേര് വന്നപ്പോൾ അല്ലെ, ഒരു സൈഡിലേക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചു, ഒരു പക്ഷത്ത് ഞാൻ അല്ലേ, 2 ഓപ്ഷൻസാണ് കൊടുത്തത്. ഒരു പക്ഷത്ത് ഞാൻ, ഒരു പക്ഷത്ത് തൻ്റെ സൈന്യം അല്ലേ, കൃഷ്ണൻ്റെ സൈന്യമാണോ പടയാളികളാണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം കൺതുറന്നപ്പോൾ ആരായിരുന്നു കൃഷ്ണൻ്റെ മുന്നിലുണ്ടായിരുന്നത്? അർജുനനാണ്. അപ്പോൾ അർജുനനോട് ആദ്യം ചോദിച്ചു, നീ ആദ്യം പറഞ്ഞു, കാരണം ഞാൻ കൺതുറപ്പോൾ നിന്നെയാണല്ലോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അർജുനൻ ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണനെ മതി മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ കൗരവ പക്ഷത്തുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഭയങ്കര മണ്ടൻ തന്നെ, കൃഷ്ണനുണ്ടായിട്ട് എന്താ കാര്യം? കൃഷ്ണൻ്റെ പടയാളികൾ അല്ലേ, എത്രമാത്രം പടയാളികൾ, ആ പടയാളികളെ കിട്ടിയിട്ടല്ലേ കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്കറിയാം കൃഷ്ണൻ അല്ലേ പലതരത്തിലുള്ള അടവുകളും പയറ്റുന്നയാളാണ്. അപ്പോൾ നമ്മുടെ പാണ്ഡവ പക്ഷത്തു നിന്നും പാണ്ഡവരെ വിജയത്തിൽ സഹായിച്ച, കുരുക്ഷേത്ര യുദ്ധത്തിന് സഹായിക്കാൻ കാരണക്കാരനാവുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇവിടെ കൃഷ്ണൻ. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ കൃഷ്ണൻ നിൽക്കുന്ന ആ പക്ഷത്ത് കൃഷ്ണൻ ആയുധം പ്രയോഗിക്കാൻ പറ്റുമോ? ഇല്ല, തൻ്റെ ആയുധവും സൈന്യവും ഒക്കെ ഓപ്പോസിറ്റ് നമ്മുടെ കൗരവ പക്ഷത്തിനാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും അല്ലേ, പാണ്ഡവ പക്ഷത്ത് യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് കൃഷ്ണൻ ഒറ്റയ്ക്കാണ് നിന്നത് അല്ലേ. അതിൽ പല പ്രയോഗങ്ങളും ഒക്കെ അടവുകളൊക്കെ കൃഷ്ണൻ എടുത്തിട്ടുണ്ട്.
ഇവിടെ ആയുധം കയ്യിലേന്താതെ എന്ന് പറയുമ്പോൾ ചമ്മട്ടി പൂണ്ടു എന്ന് പറയുന്നുണ്ട് അല്ലേ. ചമ്മട്ടി എന്താണ്? ചമ്മട്ടി പ്രയോഗിച്ചുകൊണ്ട് ഒരു ചില അഭ്യാസമൊക്കെ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ചമ്മട്ടി പൂണ്ടിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊരു ആയുധമായിട്ട് കൂട്ടണ്ട എന്നായിരിക്കും കൃഷ്ണന്റെ പക്ഷം. കൂടാതെ നമ്മുടെ അർജുനനെ യുദ്ധത്തിലുടനീളം എന്ത് ചെയ്തിട്ടുണ്ട്? തങ്കത്തേർ നയിച്ചുകൊണ്ട് യുദ്ധത്തിലുടനീളം യുദ്ധാവസാനം വരെ അവർക്ക് തുണിയായിട്ട് നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു യൂണിറ്റിൽ നമ്മുടെ അന്നത്തെ പുണ്യം എന്ന് പറയുന്ന യൂണിറ്റിലെ ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എ ആണ്. എല്ലാവരും ഒന്ന് ഓർക്കുക. ഓപ്ഷൻ എ കൃഷ്ണനാണ്. ആയുധം കയ്യിലേന്താതെ അടർക്കളം അണഞ്ഞിട്ടുള്ളത് കൃഷ്ണനാണ്. ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇടണം. ഓരോ അണുവും സുഖകരമായ എന്താടോ വരാത്തത്? ഓരോ അണുവും സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായി തോന്നി. ഇതാരുടെ അനുഭവമാണ്? ആരുടെ അനുഭവമാണ്? ബഷീറിനെ അറിയാലോ. എൻ്റെ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കഥ അറിയാലോ. അതെ, അവിടെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ആരായിരുന്നു എന്ന് ഓർത്ത് നോക്കിയേ. അതെ, ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വാക്കുകളാണ്, തൻ്റെ ഒരു ചിന്തയാണ്, തൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു അനുഭൂതിയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ബഷീറിൻ്റെ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഇവിടെ വെള്ളായപ്പനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം അല്ലേ. വെള്ളായപ്പനല്ല നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് അല്ലേ. വെള്ളായപ്പൻ ഇവിടെ ഉണ്ടോ? ഉപ്പുപ്പാക്ക് ആനയുണ്ട് എന്ന് പറയുന്ന കഥയിൽ വെള്ളായപ്പനില്ല. കൂടാതെ മാധേവനും ഈ ഒരു ഭാഗത്തില്ല. അപ്പോൾ ഒന്നുകിൽ നിസാർ അഹമ്മദ് ആയിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുപ്പാത്തുമ്മ ആയിരിക്കാം. ഇങ്ങനെ രണ്ട് പേരാണ് നമുക്ക് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഏതായിരിക്കും? ആരായിരിക്കും? ഡൗട്ടായോ? കഥ കൃത്യമായിട്ട് വായിച്ചവർക്ക് നമുക്കൊരു ചെറിയ ഭാഗം മാത്രമേ പഠിക്കുവാനുള്ളൂ അല്ലേ. എൻ്റെ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു ആ ഒരു ഭാഗം ഒന്ന് നോക്കിയേ. കുഞ്ഞുപ്പാത്തുമ്മ പിന്നീട് പോകുന്നത് കിനാവിലെന്ന മാതിരിയാണ്. അവളുടെ ഓരോ അണുവും എന്തായിട്ടാണ്? സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായി അവൾക്ക് തോന്നി. ഉള്ളു നിറയെ സന്തോഷവും അല്ലേ. ഇത് നമ്മുടെ കുഞ്ഞുപ്പാത്തുമ്മയുടെ ഒരു ഭാഗമാണ്. നമുക്ക് ആ ഒരു കഥ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മളിനി നമ്മുടെ നിസാർ അഹമ്മദിനെ കുഞ്ഞുപ്പാത്തുമ്മേനെ കണ്ടപ്പോൾ ക്രഷായത് അല്ലേ. ക്രഷായപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ചിന്തയാണോ എന്നൊക്കെ നിങ്ങൾ ഓർക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, ജസ്റ്റ് ഒരു തമാശ പറഞ്ഞതാണെങ്കിൽ അത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ എന്തായിരിക്കും നമ്മുടെ കുഞ്ഞുപ്പാത്തുമ്മയും നിസാർ അഹമ്മദ് തമ്മിലുള്ള ഒരു കണക്ഷൻ ഏത് ഭാഗത്തു നിന്നാണ് വന്നത്? നമ്മുടെ ഒരു കുരുവികൾ അല്ലേ, രണ്ടൊരു ആണും പെണ്ണും അല്ലേ, രണ്ട് കിളികൾ തമ്മിൽ അവിടെ വഴക്കുണ്ടാക്കുകയായിരുന്നു. ഭയങ്കര വഴക്കാണ് അവർ. കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞിട്ട് അവരനുസരിക്കുന്നുണ്ടോ? കുഞ്ഞുപ്പാത്തുമ്മ എന്താ പറയുന്നത് അല്ലേ? പറഞ്ഞാൽ കേൾക്കുകയില്ല എന്നാണ് കുഞ്ഞുപ്പാത്തുമ്മ പറയുന്നത്. പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ കിളികൾ? ഇല്ല, രണ്ടുപേര് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവസാനം കൊത്തി ഒരാൾ നമ്മുടെ തോട്ടിൽ വീണു അല്ലേ. തോട്ടിൽ വീണു. കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് സഹിക്കുമോ? ഇല്ല, കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് സഹിക്കുന്നില്ല. കുഞ്ഞുപ്പാത്തുമ്മ എന്ത് ചെയ്തു അല്ലേ? വള്ളി ഒന്നും നോക്കാതെ, ചെടിയും മുള്ളും ഒന്നും നോക്കാതെ അങ്ങോട്ട് ഇറങ്ങി കിളിയെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിളിയെ രക്ഷിച്ചപ്പോൾ കുഞ്ഞുപ്പാത്തുമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്? കെട്ടിയോളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെട്ടിയോളാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം അല്ലേ? അതിൻ്റെ തൂലൊക്കെ പൊക്കി നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു മുട്ടയുള്ള മാതിരി നമ്മുടെ കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് തോന്നി. ഓക്കെ, അപ്പോൾ കുഞ്ഞുപ്പാത്തുമ്മ നമ്മുടെ കിളിയൊക്കെ രക്ഷിച്ചുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ട് കയറാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയത്താണ് അല്ലെ കുരുവിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ നിസാർ അഹമ്മദ് വളരെ ഭയങ്കര ഒരു നല്ല രസത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞുപ്പാത്തുമ്മയും അവരും തമ്മിൽ ഒരു സംഭാഷണം, ഒരു കണക്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? കുഞ്ഞുപ്പാത്തുമ്മയുടെ കയ്യിലൊക്കെ മുറിയായിട്ടുണ്ട് അല്ലേ. അവിടെ ഫുൾ ചോറ് കുറ്റിയ സമയത്ത് നമ്മുടെ നിസാർ അഹമ്മദ് എന്ത് ചെയ്തു അല്ലേ? തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന വെള്ളത്തൂവാല എടുത്ത് കയറിയിട്ട് ആ
അല്ലേ, നമ്മുടെ സിഗരറ്റിൻ്റെ ആ ഒരു പൊടിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പാത്തുമായി നമ്മുടെ അവിടെ നിന്ന് എടുത്ത് കയറണമല്ലോ, വീട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കയറ്റിയ സമയത്ത് കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് അനുഭവപ്പെട്ടു. ആ സമയത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ മനസ്സിലൂടെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഓരോ അണുവും സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായിട്ട് തോന്നി. നമ്മുടെ ഡുപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന യൂണിറ്റിലെ അവസാന ഭാഗം, ആ ടെക്സ്റ്റിൽ അവസാന ഒരു ഭാഗത്താണ് ഇത് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആൻസർ ഒന്ന് പറഞ്ഞ എല്ലാവരും ആർക്കാണ്? കുഞ്ഞുപ്പാത്തുമ്മ. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ ഡി ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജിയെ കുറിച്ചുള്ള വള്ളത്തോളിൻ്റെ കവിതയുടെ പേരെന്ത്? ഗാന്ധിജിയെ കുറിച്ചുള്ള വള്ളത്തോളിൻ്റെ ഏറ്റവും മനോഹരമായ കവിതയാണ് എന്ത് അല്ലേ? ലോകമേ തറവാട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു കവിത അല്ലേ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ. നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കാം. ലോകമേ തറവാട്, സാഹിത്യമഞ്ജരി, എൻ്റെ ഗുരുനാഥൻ, പ്രേമസംഗീതം. ഓപ്ഷൻസ് ഞാൻ പറഞ്ഞോ? ഇവിടെ നോക്കിയേ, ഏതായിരിക്കും? എൻ്റെ ഗുരുനാഥൻ എന്നാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. പക്ഷേ ലോകമേ തറവാട് എന്ന് പറയുന്ന കവിത എന്ന് പറയുന്ന ഇത് കാണുമ്പോൾ നമുക്കിത് നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോളിൻ്റെ കവിതയാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലും അങ്ങനെ ആൻസർ ചെയ്യരുത്. നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ഒരുപാട് പേർക്ക് തെറ്റ് പറ്റിയിട്ടുള്ളതാണ്. ഗാന്ധിജിയെ കുറിച്ചുള്ള വള്ളത്തോളിൻ്റെ കവിത എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥനാണ്. ഇത് നമ്മുടെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയുടെ ആദ്യത്തെ വരി എങ്ങനെയാണ് തുടങ്ങുന്നത്? അതെ, ലോകമേ തറവാട് തനിക്ക് ചെടികളും പുല്ലുകളും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് തോന്നും എന്ത് ലോകമേ തറവാട് എന്നുള്ളതല്ലേ അല്ലേ. നമ്മുടെ ടെക്സ്റ്റിലും ചില ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. പല ഭാഗങ്ങളിൽ നമ്മുടെ ഈ ഒരു കവിത പറയുന്ന ഗാന്ധിജിയെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗത്ത് മാത്രമല്ല പല ഭാഗങ്ങളിലും നമ്മൾ ടെക്സ്റ്റ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിലൂടെ ഒന്ന് കടന്നു ചെയ്യുക, അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഗാന്ധിജിയെ കുറിച്ചുള്ള വള്ളത്തോളിൻ്റെ കവിതയുടെ പേര് എൻ്റെ ഗുരുനാഥൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഗാന്ധിജിയെ കുറിച്ചുള്ള വള്ളത്തോളിൻ്റെ കവിത തുടങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റണം അല്ലെ? ലോകമേ തറവാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. എന്താണ്? മനോജിൻ്റെ അമ്മയുടെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ഇഴയടുപ്പമുള്ള വല എന്ത് അല്ലേ? മനോജിൻ്റെ അമ്മയുടെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ഇഴയടുപ്പമുള്ള വല ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും അല്ലേ? കണ്ണിൽ കെട്ടിയിരിക്കുന്ന വല എന്തായിരിക്കും? ചിലന്തി വലയാണോ അതോ ഇനി മീൻ വലയാണോ? മനോജിൻ്റെ അമ്മയുടെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന കാഴ്ചയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ തുണി കൊണ്ടുള്ള വലയാണോ അതോ സംശയത്തിൻ്റെ മാറാലയാണോ? ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഒരിക്കലും ചിലന്തി വലയാവില്ല എന്ന് നമുക്കറിയാം. ഒരിക്കലും അമ്മയുടെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന വല ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മീൻ വലയാണോ? അതുമല്ല. തുണി കൊണ്ടുള്ള വലയാണോ? അതുമല്ല. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് സംശയത്തിൻ്റെ മാറാലയാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. നമുക്ക് ചെറിയ ആ ഒരു ഭാഗം നമ്മുടെ കഥയിൽ വന്നിട്ടുള്ള ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ആ ഒരു ഭാഗം നമുക്കൊന്ന് നോക്കാം. എന്താണ്? അവർ കസേരയിൽ മുറുകെ പിടിച്ചു നിന്ന് എന്നെ നോക്കി. അസുഖം ഇതുതന്നെയാണെന്ന് ഡോക്ടർക്ക് ഉറപ്പാണോ? ഞാൻ വേണമെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ തന്നുവിടാം. എവിടെ വേണമെങ്കിലും കാണിച്ച് കൺഫേം ചെയ്തോളൂ. സംശയത്തിൻ്റെ ചിലന്തി അവരുടെ കണ്ണുകളിൽ സംശയത്തിൻ്റെ ചിലന്തി അവരുടെ കണ്ണുകളിൽ ഇഴയടുപ്പമുള്ള വല കെട്ടിയിരിക്കുന്നു. അതിനിടയിലൂടെ അവരെന്നെ നോക്കി. എവിടെ കാണിച്ചാലും ചികിത്സ തുടങ്ങാൻ അമാന്തിക്കരുത്.
ഇത് റിസ്ക്കാണ്. അവർ കുറച്ചു നേരം എന്തോ ഓർത്തു നിന്നു. കണ്ണുകളെ മൂടി നിൽക്കുന്ന വലയിൽ കണ്ണിയകലം ഏറുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ മനോജ് എന്ന് പറയുന്നത് ഏത് യൂണിറ്റിലേതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതെ, പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ സംശയത്തിൻ്റെ ചിലന്തിയാണ് നമ്മുടെ മനോജിൻ്റെ അമ്മയുടെ കണ്ണിൽ പെട്ടിരിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സംശയത്തിൻ്റെ മാറാലിയാണ്. അപ്പോൾ ഇത് പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്ന ഡോക്ടർ വി.പി. ഗംഗാധരൻ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ മനോജ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ, ചെറുപ്പം മുതലേ ജീവിതത്തിൽ ഒറ്റപ്പെട്ട്, കുടുംബത്തിൽ ഒറ്റപ്പെട്ട്, വീട്ടിൽ ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് അല്ലെ. എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന അച്ഛനും അമ്മയും ഡോക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ, ആ അവസ്ഥയാണ് മനോജിനെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ്, മയക്കുമരുന്നും പുകയും ഒക്കെ ആയിട്ട് വളരെ നശിച്ചു പോയൊരു ജീവിതമായിരുന്നു മനോജിൻ്റെത്. ഈ ദുശ്ശീലങ്ങളൊക്കെ തുടർന്നു പോയിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മനോജിന് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആവേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടറിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗത്തോടെയാണ് നമ്മുടെ കഥ ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ഈ ഒരു അമ്മയ്ക്ക്, നമ്മുടെ മനോജിൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല തൻ്റെ മകന് ഇന്ന അസുഖമാണ് എന്ന് പറയുമ്പോൾ. മനോജിൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് മനോജിൻ്റെ അമ്മ ഇവിടെ ഡോക്ടറോട് ചോദിക്കുന്നത്. എന്താണ്, അവർ കസേരയിൽ മുറുകെ പിടിച്ചു നിന്ന് എന്നെ നോക്കി. അസുഖം ഇതുതന്നെയാണെന്ന് ഡോക്ടർക്ക് ഉറപ്പാണ് പറയുമ്പോൾ നമ്മുടെ മനോജിൻ്റെ അമ്മ ഒരു ഡോക്ടറാണ് അല്ലേ. പക്ഷേ സ്വന്തം മകൻ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അല്ലേ, ഏതൊരമ്മയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഡോക്ടർ ആയിരുന്നിട്ട് പോലും സ്വന്തം മകന് ഈ ഒരു അസുഖമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അമ്മയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ. എല്ലാം കൈവിട്ടു പോയ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു കഥ, അത് സംശയത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അല്ലേ. ഇത് ഇങ്ങനെ തന്നെയാണോ, ഉറപ്പാണോ, വീണ്ടും വീണ്ടും ഈ അമ്മ ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കഥ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്കിത് ഏതൊരു ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ മനോജിൻ്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ഇഴയടുപ്പമുള്ള വല എന്ന് പറയുന്നത് സംശയത്തിൻ്റെ മാറാലയാണ്. ഓക്കെ കുട്ടികളെ, നമ്മൾ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ഗോഖലെയ്ക്ക് അമൂല്യമായത്? എന്താണ് ഗോഖലെയ്ക്ക് അത്രയ്ക്ക് അമൂല്യമായത് എന്താണ് അല്ലേ? നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വക്കീൽ ഉദ്യോഗം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് ലളിത ജീവിതം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കറിയാം, നിങ്ങൾക്കറിയാലോ. അതെ, അപ്പോൾ ഇവിടെ നമുക്ക് ലളിത ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ലളിത ജീവിതം എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എനിക്ക് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഗോഖലെയ്ക്ക് അമൂല്യമായത് എന്തായിരിക്കും ഗോഖലെയ്ക്ക് അമൂല്യമായത്? ഒന്ന് പറഞ്ഞേ അല്ലേ. നമ്മുടെ ഗോഖലെ എന്തോ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഗോഖലെയ്ക്ക് അല്ലേ. ആരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ആരാ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അതെ, റാനഡെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഗാന്ധിജി ഗോഖലെയോട് അത് താൻ അലക്കി തരാം അല്ലേ, താൻ ക്ലീൻ ചെയ്ത് തരാം അങ്ങനെയൊക്കെ പലതവണ പറയുന്നുണ്ട്. പക്ഷെ ഗാന്ധിജി നമ്മുടെ ഗോഖലെ പറയുന്ന കാര്യമാണ്. എന്താ പറയുന്നത് ഗോഖലെ? എനിക്ക് അത് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്, ഒന്ന് നോക്കാം. റാനഡെ സമ്മാനിച്ച തുവാല. റാനഡെ സമ്മാനിച്ച തുവാലയാണോ? തുവാല എന്നുള്ളൊരു പ്രയോഗം തന്നെ നമ്മുടെ ഭാഗത്ത് ഇല്ല അല്ലേ. അപ്പോൾ റാനഡെ സമ്മാനിച്ച നേരിയതാണോ?
ഇത് നമുക്കൊന്ന് പരിഗണിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കിയേ, ഗാന്ധിജി സമ്മാനിച്ച നേരിയത് അല്ലേ. ഇവിടെ ഗാന്ധിജിയോടാണ് നമ്മുടെ ഗോഖലെ ഇന്ന കാര്യം പറയുന്നത്. എന്ത് പറയുന്നത്? എനിക്ക് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഗോഖലെക്ക് അമൂല്യമായത് ഗാന്ധിജി സമ്മാനിച്ച നേരിയതായിരിക്കില്ല, നെഹ്റു സമ്മാനിച്ച റോസാപ്പൂ. നമ്മുടെ ലളിതജീവിതം എന്ന ഭാഗത്ത് നമുക്ക് നെഹ്റുവിനെ പരാമർശിക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനും സ്കിപ്പ് ചെയ്യാം, ഇതും സ്കിപ്പ് ചെയ്യാം. നമ്മുടെ അല്ലേ റാനഡെ സമ്മാനിച്ച തൂവാല ഇതുമല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിൽ എത്താൻ വേണ്ടി കഴിയണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമുക്ക് അല്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ, അത് നമുക്ക് ആദ്യമേ എവിക്റ്റ് ചെയ്ത് വരണം അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കിട്ടി, ആൻസർ കിട്ടി. ഏതാണ്? ബി, റാനഡെ സമ്മാനിച്ച നേരിയതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റാനഡെ സമ്മാനിച്ച നേരിയതാണ് എനിക്ക് എത്ര അമൂല്യമാണ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഗോഖലെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യനിൽ, അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അടുത്ത 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഓരോ ഭാഗവും നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഓരോ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ക്ലിയർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വളരെ കൃത്യമായിട്ട് കാണുക, നോട്ടുകളൊക്കെ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.